ഡൽഹിയിൽ ഇന്നും നിർണായക യോഗങ്ങൾ നടക്കും. US വിദേശകാര്യ സെക്രട്ടറിയുമായി സംസാരിച്ചുവെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞിരിക്കുന്നു. വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി. വിനീത, അമേരിക്ക ഇതിൽ ഒരു അഭിപ്രായ പ്രകടനം ഏറ്റവും ഒടുവിലായി നടത്തിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും ഈ പ്രശ്നം സംയമനത്തോടെ പരിഹരിക്കണം എന്ന തരത്തിലാണ്. ഇപ്പോൾ എന്താണ് ഇന്ത്യയുടെ ഈ കാര്യത്തിലൊക്കെയുള്ള നിലപാട്? വിദേശകാര്യമന്ത്രി പറഞ്ഞത് എന്താണ്? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യം വിദേശകാര്യമന്ത്രി തന്നെയാണ് പങ്കുവെക്കുന്നത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. US വിദേശകാര്യ സെക്രട്ടറിയുമായാണ് താൻ സംസാരിച്ചതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും വിദേശകാര്യമന്ത്രി പറയുകയാണ്. എക്സ്പോസിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ മറ്റ് ലോകരാജ്യങ്ങളുമൊക്കെയായി ഇന്ത്യ സംസാരിക്കുകയും ഒപ്പം നിലവിലെ സാഹചര്യങ്ങൾ അവരോട് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഭീകരവാദത്തിന് എതിരെ ഉള്ള ഇന്ത്യയുടെ നടപടിക്രമങ്ങൾക്കും ഇന്ത്യയുടെ പോരാട്ടത്തിനും ഒപ്പം നിൽക്കാമെന്ന മറ്റ് ലോകരാജ്യങ്ങളടക്കം വലിയൊരു പിന്തുണ അറിയിച്ചൊരു പശ്ചാത്തലം കൂടി നിലവിലുണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ US വിദേശകാര്യ സെക്രട്ടറിയുമായി S ജയശങ്കർ സംസാരിച്ചത്. അദ്ദേഹം സംസാരിക്കുകയും ഒപ്പം തന്നെ ഈ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന വിദേശകാര്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളൊക്കെ തന്നെയാണ് ഇന്ന് നടക്കുക. ഇങ്ങനെയുള്ള മറ്റ് കൂടിക്കാഴ്ചകളും മറ്റു യോഗങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്ന നടപടിക്രമങ്ങൾ തന്നെയാണ് ഡൽഹിയിൽ ഇപ്പോഴും പുരോഗമിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഇരു രാജ്യങ്ങളും സമീപനം പാലിക്കണം, ഒരു സംഘർഷത്തിലേക്ക് പോകരുതെന്നൊക്കെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും പിന്നീട് വലിയൊരു പിന്തുണ ഇന്ത്യക്ക് അമേരിക്ക പ്രഖ്യാപിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രിയുടെ ഈ ഒരു എക്സ്പോസ്റ്റ് വന്നിരിക്കുന്നത്. അനുജ, വിനീതയാണ് വിവരങ്ങൾ നൽകിയത്.